ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു മക്രോണി ഉണ്ടാക്കിയാലോ. എന്നാൽ നമുക്ക് തുടങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മക്രോണി, അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ മക്രോണി അതിലേക്ക് ഇടുകയാണ്. അത് വേവിച്ച ശേഷം അത് മാറ്റി വെക്കും. എന്നിട്ട് പിന്നത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ സവാളയാണ് കേട്ടോ. സവാള വഴറ്റിയതിന് ശേഷം പച്ചമുളക്, പിന്നെ കാപ്സിക്കം, തക്കാളി, പിന്നെ ക്യാരറ്റും കൂടി ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അതിലോട്ട് മസാല ചേർക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ടാ. എന്നിട്ട് വേവിച്ച് വെച്ച അതിട്ട് മക്രോണി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ആവശ്യത്തിന് ഉപ്പൊക്കെ പാകമാണോ നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. കണ്ടില്ലേ?